എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അതായത് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് മീനുകൾ വാങ്ങിയിരുന്നു. ആ മീനുകൾക്ക് വേണ്ടി ചെറിയൊരു ഇടം, അതായത് ചെറിയൊരു പോണ്ടായിട്ട് ഓടൊക്കെ വെച്ചിട്ടുണ്ടാക്കണം. അവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ മാറ്റിയെടുക്കണം. കല്ല് അതേപോലെ അവിടുത്തെ ഓടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, ഒന്ന് വേറെ ആക്കണം. അപ്പോൾ ഓട് ഓരോന്നായി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരട്ടി കഴിഞ്ഞിട്ടുണ്ട്, ഇനി രണ്ടാമത്തെ അട്ടി കൊണ്ടുപോവുകയാണ്. രണ്ടാമത്തെ അട്ടി കഴിഞ്ഞു, പിന്നെ മൂന്നാമത്തെ അട്ടി. മൂന്നാമത്തത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് വേസ്റ്റ് ടൈൽസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പൊറുക്കി കളയാം. ഇനി അവിടുത്തെ കല്ലൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെക്കാം, അക്വേറിയം ഉണ്ടാക്കുന്നതിനനുസരിച്ച്. ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ലോണം അടിച്ചു തരാം, ഒരു തുള്ളി കല്ല് പോലും ഉണ്ടാകരുത് എന്നാണ്. കല്ല് പൊടി അങ്ങനത്തെ ഒന്നും ഉണ്ടാകരുത്, ഷീറ്റ് ഓട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഇതിൽ ക്ലീൻ ആക്കാം. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം തന്നെ ഒരു മൂലയിൽ ഒരു കല്ല് കൊണ്ടുവയ്ക്കുക. കുത്തനെയാണ് വെക്കേണ്ടത്. പിന്നെ വേറൊരു കല്ല്, അതേപോലെ ഇങ്ങനെ 4 വശത്തും ഓരോ കല്ലായിട്ട് വെക്കുക. ആദ്യം വിചാരിച്ചത് ഈ കല്ലുമലൊക്കെ ഒരു വടി വെച്ചിട്ട് വെക്കാനായിരുന്നു. അപ്പോൾ ഓടുണ്ടായപ്പോൾ ഓട് വെച്ചു. അപ്പോൾ എല്ലായിടത്തും ഓട് ഓരോന്ന് ഇങ്ങനെ വെക്കുക. പിന്നെ ഓട് ഫുള്ളായിട്ട് വെക്കണം, ആ കല്ലിന് ഒപ്പിച്ച്. ഓട് നല്ല വൃത്തിയാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഓട് കുറേയൊക്കെ വെച്ചു, ഏകദേശം കഴിയാറായിട്ടുണ്ട്. അങ്ങനെ ഓട് ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇനി എല്ലായിടത്തും ഇതേമാതിരി വെക്കുക. എല്ലായിടത്തും ഇതേമാതിരി വെച്ചിട്ടുണ്ട് ഓട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ലഭിക്കും. ഇനി നമുക്ക് ഷീറ്റൊക്കെ വിരിക്കണം. അതിനു മുമ്പ് ആദ്യം തന്നെ ചാക്ക് വിരിക്കണം. അതായത് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും കല്ലോ മണലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷീറ്റ് കീറാതിരിക്കാനാണ്. അപ്പോൾ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്, നല്ലൊരു ഷേപ്പ് കിട്ടാനാണ്. കുറച്ച് ചാക്ക് വിരിക്കേണ്ടതായിട്ട്. ഫ്രെയിം കെട്ടിയതാണ്, പൊട്ടിയപ്പോൾ ചാക്ക് കുറേ ഉണ്ട്, കുറേയൊന്നുമില്ല, കുറച്ചുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വിരിക്കാം. അടി മുഴുവനും വിരിക്കുക. നല്ല നീറ്റിൽ വിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ വിരിച്ചിട്ടുണ്ട്. സീലയും അങ്ങനെ പല ഇതും വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് ഇടാം. അതായത് ഒരു ദാർപ്പായി ഇടാം. ദാർപ്പായ നല്ല രീതിയിൽ നിവർത്തി വയ്ക്കുക.
ഏകദേശം ഇങ്ങനത്തെ ഒരു ഷേപ്പിലൊക്കെ കിട്ടും. ഇനി നമുക്ക് വെള്ളം നിറച്ചാലേ ഏകദേശം ഒരു ഇത് മനസ്സിലാവുള്ളൂ. നല്ല ടൈറ്റിൽ എവിടെയൊക്കെ വെക്കേണ്ടി അതൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം നിറക്കാം. ഇനി നമുക്ക് ഇന്നലെ വാങ്ങി വെച്ച മീനിനെ പിടിക്കാം. അതിനായി ഞാൻ ജസ്റ്റ് ഒരു ഫാനിൻ്റെ മൂടി കൊണ്ടൊന്ന് ഒരു നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊന്ന് പിടിക്ക് നോക്കാം. ചിലപ്പം കിട്ടുള്ളൂ. 2 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം, എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാ മീനുകളെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മീനുകളുടെ പ്രത്യേകത പറഞ്ഞാൽ ഈ സിലോപ്പി എപ്പോഴും മേലെ ആയിരിക്കും, അതുപോലെ തന്നെ ഈ നെട്ര എപ്പോഴും താഴെ ആയിരിക്കും. അപ്പോൾ തീറ്റയൊക്കെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ മീനുകളെ പിടിക്കാൻ കഴിയില്ല, എന്തൊരു പോക്കാണ്. പിടിക്കുന്നവർ പൊട്ടന്മാർ നേരെ ഒരു വല ഉപയോഗിച്ചൊക്കെ പിടിക്കാൻ നോക്കുക. ഇത്രയും നോക്കിയിട്ട് ആകെ ഒന്നേപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഫുള്ള് പിടിച്ചിട്ടണം. അങ്ങനെ ഫുള്ള് പിടിച്ചിട്ടു. ഇതാണ് നമ്മൾ മീനുകൾ. അപ്പോൾ നിങ്ങൾ തീറ്റയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തീറ്റ എപ്പോഴും പരത്തിയിടാൻ ശ്രമിക്കുക, 3 നേരം കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്താൽ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.